ഇത്ര നേരം കമ്പ്യൂട്ടറിൽ നല്ല രീതിയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഒരു ഷോറൂമിൽ പോയിട്ട് അടിപൊളി ഓഫ് റോഡ് ആയിട്ടുള്ളൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് ലെസ്റ്റർ സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഈ ഷോറൂമിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇത്ര നേരം ഹാക്ക് ചെയ്യായിരുന്നു. അത് നമ്മൾ ആ ഈ ഷോറൂമിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേസ്. അപ്പം നേരെ തന്നെ നമുക്ക് എന്തായാലും ഈ ഷോറൂമിൽ പോകണം. ഈ ഷോറൂമിന് പോകണമെങ്കിൽ ഈ ഷോറൂമിൻ്റെ മേലെയായിട്ട് കേസ് അടിപൊളി ഓഫ് റോഡ് വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതെടുക്കാനായിട്ട് നമുക്ക് എന്തായാലും ഒരു ഹെലികോപ്റ്റർ വേണം. അപ്പം നേരെ തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ എയർപോർട്ടിൽ കത്തിച്ച് വിടാം കേസ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം എയർപോർട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഹെലികോപ്റ്ററൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ സിറ്റിയത്തെ ഷോറൂമിൽ പോയിട്ട് ഈ ഓഫ് റോഡ് ആയിട്ടുള്ള അടിപൊളി താർ ജീപ്പും കാര്യങ്ങളൊക്കെ സ്റ്റീൽ ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നേരെ നമുക്ക് എന്തായാലും കത്തിച്ച് വിടുക കേസ്. നമ്മുടെ ഹെലികോപ്റ്റർ അത്രയ്ക്ക് സ്പീഡൊന്നുമില്ല. ഇവിടെ നിന്ന് എന്തായാലും ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും. നമുക്ക് എന്തായാലും കത്തിച്ച് വിടുക കേസ്. എന്തായാലും ഞാൻ എത്തിയിട്ട് കാണിച്ചു തരാം. എന്തായാലും ഒരു 10 മിനിറ്റ് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പം നേരെ നമുക്ക് എന്തായാലും പോകും കേസ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മൾ ഷോറൂമും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോഴാണ് കണ്ടത് നമ്മുടെ മേലെയൊന്നും നമ്മുടെ ഓഫ് റോഡ് വണ്ടിയൊന്നും ഇല്ല കേസ്. ഇനി നമുക്ക് ഏതൊരു ഫേക്ക് ന്യൂസ് കിട്ടിയതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും നമുക്ക് താഴെ ഇറങ്ങിപ്പോയി നോക്കാം. ചിലപ്പോൾ അവർ താഴെ വെച്ചിട്ടുണ്ടെങ്കിലോ. ഓക്കെ, അപ്പം നമ്മുടെ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ സേഫായി ലാൻഡ് ആക്കിയിട്ടുണ്ട്. മച്ചു ഓടിപ്പോയി നോക്കണം മച്ചമ്പി. അപ്പം നമുക്ക് എന്തായാലും ഉള്ളിൽ പോയി നോക്കാം കേസ്. ഓക്കെ, ചിലപ്പോൾ ബാക്കിലും ഉണ്ടാവും. നമുക്ക് എന്തായാലും ആദ്യം ബാക്കിൽ നോക്കാം കേസ്. നമ്മൾ ബാക്കിൽ പോകണം വഴിക്കാണ് കേസ്. ഇവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളെന്തായാലും RPG വെച്ചിട്ട് പോലീസുകാരനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഗാങ്സ്റ്ററാണെന്ന് അറിയിപ്പിക്കാൻ ഒരാളിനെയും കൂടി ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേസ്. ഓക്കെ, ഇനി അവൻ പോയിട്ട് ആദ്യം പറഞ്ഞു കൊടുക്കണ്ട. അവൻ നമ്മൾ ഈ ചെയ്യണൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഞാനെപ്പോൾ ഇതാണ് ഞാൻ ജിമ്മിന് പോയിക്കാൻ വേണ്ട. ഇപ്പോൾ വണ്ടി മറന്നത് കണ്ട. ഓക്കെ, ജിമ്മിന് പോയിക്കാൻ ചിലപ്പോൾ ഞാൻ ഹൾക്കായാലും അതൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം നേരെ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇങ്ങനെയൊക്കെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേസ്. ആണ് നമ്മൾ നേരെ നമ്മുടെ താർ ജീപ്പും കാര്യങ്ങളൊക്കെ സ്റ്റീൽ ചെയ്തെടുത്തെന്ന് കൺഫേം ആക്കാനൊന്നും പറ്റില്ല. ഇനി പോലീസും കാര്യങ്ങളൊക്കെ എന്തായാലും കൺഫേം ആയി വരും. അപ്പം നേരെ നമുക്ക് എന്തായാലും എടാ ഗൈസ്, വണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വേറെ ലെവലായിട്ടില്ലേ? സത്യമായിട്ട് ഇതേപോലത്തെ വണ്ടി നിങ്ങൾ സിറ്റിയിലും അല്ല എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, നമ്മുടെ ഈ മഹീന്ദ്രേൻ്റെ ഓഫ് റോഡ് വണ്ടി കേട്ടോ, പുതിയതാണ്. ഫ്രണ്ടൊന്നും നോക്കുമ്പോൾ ലുക്കില്ല, പക്ഷേ സൈഡ് വ്യൂ ഒജാതി വ്യൂ ആണ് കേട്ടോ. ബാക്കിൽ പോലീസ് വരുന്ന പോലെ തോന്നൽ. പോലീസൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പം നേരെ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് കത്തിച്ച് വിട്ട് കുറച്ച് നേരം സേഫ് ആകാം. ഈ സാധനം കുറേ നേരത്തിന് ശേഷം പോലീസൊന്നും വന്നില്ല കേട്ടോ. എന്താണ് ന്യൂസൊന്നും എനിക്കറിയില്ല. നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ ഇവിടെ നിർത്താം. ഇതാണ് കേസ് നമ്മുടെ താർ ജീപ്പ്. അങ്ങനെ നമ്മൾ ഫൈനലി സ്റ്റീൽ ചെയ്തെടുത്തൊരു താർ ജീപ്പ് വേറെ ലെവലായിട്ടൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അത്ര രസമൊന്നുമില്ല കേസ്. സൈഡ് വ്യൂ ആണ് അടിപൊളിയായിട്ടൊക്കെ ഉള്ളത്. ഓക്കെ, ഇതാണ് കേസ് നമ്മുടെ സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ടൊക്കെ ഇല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് കേസ് നമ്മുടെ പുതിയ താർ ജീപ്പ് കേസ്. വേറെ ലെവൽ താർ ജീപ്പ്. ഇതാ വേറെ ലെവൽ കേസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ചാനലും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒരു 50 ലൈക്കാണ് ഈ വീഡിയോക്ക് ടാർഗറ്റ്. എല്ലാവരും ചെയ്തിട്ട് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.